നാളെ മേടം 1 പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കം. ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ നമ്മൾ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന ഒരു വസ്തുവുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് കോപ്പറാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന വസ്തു എന്ന് പറയുന്നത്. മേടം 1 ചൊവ്വാഴ്ച ആയതുകൊണ്ടും ഈ വർഷം സൂര്യൻ്റെ വർഷമായതുകൊണ്ടുമാണ് നമ്മൾ കോപ്പർ മേടിക്കുന്നത്. കാരണം മേടമാസത്തിലാണ് സൂര്യഭഗവാൻ ഉച്ചമടയുന്നത്. 2026 സൂര്യഭഗവാന്റെ വർഷം കൂടിയിട്ടാണ്. നിങ്ങൾക്ക് കോപ്പർ കൊണ്ട് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു വസ്തു വാങ്ങിയാൽ മതിയാവും. കോപ്പറിന് അധികം വിലയൊന്നും ആവില്ല. കോപ്പർ കൊണ്ട് എന്ത് വാങ്ങിക്കാൻ പറ്റുമോ അത് നാളെ വാങ്ങിക്കുക തന്നെ വേണം. അത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. ഒപ്പം തന്നെ നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് പരിപ്പ് മേടിക്കാം. അതേപോലെ മലയാള മാസം 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ്, പാല്, പച്ചരി എന്തെങ്കിലും മധുരം മേടിക്കാം. ദശമി തിഥി ആയതുകൊണ്ട് തുളസി ഇല മേടിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നാളത്തെ ദിവസം ആർക്കും പണം കടം കൊടുക്കുകയോ ആരിൽ നിന്നും കടം വാങ്ങുകയോ ചെയ്യരുത്. അതുമാത്രവുമല്ല, മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻസ് മേടിക്കുന്നതും നാളത്തെ ദിവസം ഒഴിവാക്കണം. ആരുമായും നിങ്ങൾ നാളെ കലഹത്തിന് പോവരുത്. അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കണം. നാളെ രാവിലെ സംക്രാന്തി സമയം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വീട്ടിൽ വിളക്ക് തെളിയിക്കണം. അതേപോലെ പൂമുഖവാതിക്കലിൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു വർഷം ഐശ്വര്യം കൊണ്ടുവരാൻ വെക്കേണ്ടുന്ന വസ്തുവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ എളിയ കാര്യങ്ങളാണ്, യാതൊരു വിധത്തിലുമുള്ള ധനച്ചെലവില്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഐശ്വര്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരിക്കുകയില്ല. അതേപോലെ പൂജാമുറിയിൽ നാളെ നിലവിളക്ക് കൊളുത്തി ഭഗവാൻ കാർത്തികേയന് മുൻപിൽ, മുരുക ഭഗവാന് മുൻപിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് ഐശ്വര്യം തരുന്നതിന് സഹായിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ മന്ത്രങ്ങളെന്നും പൂമുഖവാതിക്കലിൽ വെക്കേണ്ടുന്ന ആ വസ്തു എന്താണെന്നും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്.